രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. രാധാഭക്തരെ, കൃഷ്ണഭക്തരെ, രാധയുടെ പ്രണയം 78ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. രാധയുടെ പ്രണയം കാണാൻ കാത്തിരിക്കുന്നവരെ വരൂ. രാധേ രാധേ എന്ന ചാനൽ അതിനു വേണ്ടിയുള്ളതാണ്. രാധാകൃഷ്ണന്മാരുടെ പ്രണയ കഥ പറയാൻ വേണ്ടിയുള്ളതാണ് രാധേ രാധേ എന്ന ചാനൽ എന്ന് പറയുന്നത്. ഇത് 78 ഒന്നാമത്തത് തൊട്ടുള്ളത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. എല്ലാ തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോൾ നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്, കേൾക്കണം. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിയാകുമ്പോൾ രാധാജിയും ഗുരുവായൂരപ്പനും ഒക്കെ അനുഗ്രഹിച്ചാൽ 12 മണിയാകുമ്പോൾ രാധയുടെ പ്രണയം. എല്ലാ വ്യാഴാഴ്ചയും 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ്. ഇനി ഉടൻ തന്നെ എല്ലാ വെള്ളിയാഴ്ച തോറും ശ്രീബുദ്ധൻ്റെ മോക്ഷം കിട്ടാനുള്ള ധർമ്മപദം ഉടൻ തന്നെ വെള്ളിയാഴ്ച തോറും ഈ ചാനലിലൂടെ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. കൃഷ്ണൻ്റെ അവതാരമാണ് ബുദ്ധൻ, മോക്ഷത്തിലേക്കുള്ള എളുപ്പമാർഗമാണ്. അതോടൊപ്പം തന്നെ കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഉണ്ട്. ഞാൻ എങ്ങനെ രാധാഭക്തനായി അത് കാണണം. അച്ഛനും അമ്മയും തമ്മി അകന്നു കഴിയുന്നവരാണെങ്കിൽ ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോ തീർച്ചയായിട്ടും കാണാം. പ്രണയം വിജയിക്കാൻ എന്നൊരെണ്ണമുണ്ട്. അത് പ്രണയിക്കുന്നവർ മാത്രമല്ല, എല്ലാ പെൺകുട്ടികളുടെയും മാതാപിതാക്കളും കണ്ടിരിക്കേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള വീഡിയോ ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ പെൺകുട്ടികളെ, നിങ്ങളുടെ പ്രണയവും വിജയിക്കും. മാതാപിതാക്കളെ, പ്രത്യേകിച്ചും ദൂരെ നിങ്ങളുടെ മക്കൾ പഠിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പെൺമക്കൾ വഴിതെറ്റാതെ നിങ്ങൾക്ക് കാത്തുരക്ഷിക്കാനും പറ്റും. ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. 8 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കൊല്ലം, തിരുവനന്തപുരം, കൊട്ടാരക്കര, ആലപ്പുഴ, എറണാകുളം സൈഡിലുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് പഠിച്ചിട്ട് പോകുന്നവരുണ്ട്. സ്റ്റേ ചെയ്ത് പഠിക്കുന്നവരുണ്ട്. കാസർഗോഡ് നിന്നും വടകരയിൽ നിന്നും ഒക്കെ വന്ന് പഠിക്കുന്നവരുണ്ട്. അല്ലാത്തവർ പിന്നെ യൂട്യൂബ് നോക്കിയാൽ മതി. ഞാൻ 8 എണ്ണം ഇതുവരെ ഇട്ടിട്ടുണ്ട്. പിന്നെ അസ്ട്രോളജി ഉണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളുണ്ട്. ഓരോ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 9645333999. നിങ്ങൾ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നിങ്ങളുടെ ജ്യോതിഷപരമായ കാര്യങ്ങൾ തികച്ചും സൗജന്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയത്തിലേക്ക് കടക്കാം. അപ്പോൾ രാധയുടെ പ്രണയം 78ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഓം
രാധേ രാധേ ഓ രാധേ 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 ബർസാനെ വാലി രാധാറാണി കി ജയ്. നമ്മുടെ മാതാവ് രാധാറാണി കി ജയ്. നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന നമ്മുടെ പൊന്ന് രാധാറാണി അമ്മാക്കി ജയ്. നമ്മുടെ സർവ്വ പാപങ്ങളും ഇല്ലാതാക്കി തീർക്കുന്ന രാധാറാണി അമ്മാക്കി ജയ്. നമ്മളെ രോഗങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന രാധാറാണി അമ്മാക്കി ജയ്. അപ്പോൾ രാധയുടെ പ്രണയം നമുക്ക് ആരംഭിക്കാം. അതിനു മുമ്പ് രാധേ രാധേ ചാനലുകാർക്ക് ഒരു വിശിഷ്ട സമ്മാനം ഞാൻ തരുന്നുണ്ട്. നിങ്ങൾക്ക്, അതായത് സ്ത്രീകൾക്ക് കൃഷ്ണന്റെ ഗോപികമാരാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വരുന്ന ധനുമാസത്തിൽ ഞാൻ പറയുന്ന രീതിയിൽ വ്രതമെടുത്തിട്ട് തിരുപ്പാവൈ എന്ന തമിഴ് കൃതി അത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നതാണ്. അതിൻ്റെ ശ്ലോകങ്ങൾ ഇതിനകത്ത് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതാണ്. അത് നിങ്ങൾ ചൊല്ലണം. തിരുപ്പാവൈ ചൊല്ലി വ്രതമെടുത്താൽ നിങ്ങൾക്ക് ചിലർക്ക് ഈ ജന്മം, ചിലർക്ക് ഒരു ജന്മവും കൂടെ കഴിഞ്ഞ് എന്തായാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ജന്മം തന്നെ കിട്ടിയിരിക്കും. പക്ഷെ 3 ജന്മത്തിനുള്ളിൽ നിശ്ചയമായും കൃഷ്ണന്റെ ഗോപികമാരാകാൻ സാധിക്കും. രാധേ രാധേ എന്ന ചാനൽ എന്നെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം അതായിരിക്കും. അപ്പോൾ രാധയുടെ പ്രണയം. ശൈബ്യയെ കൃഷ്ണൻ സമീപിച്ചിട്ട് കൃഷ്ണൻ പറഞ്ഞു, ശൈബ്യേ, നീ ഒന്നുകിൽ ഉദ്ധവനെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ ശ്വേതകേതുവിനെ വിവാഹം കഴിക്കണം. ഇത് രണ്ടിൽ ആരെയാണ് നിനക്ക് വേണ്ടത്? അപ്പോൾ ശൈബ്യ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഗോവിന്ദ. നിന്റെ പാദധൂളികളാണ് എനിക്ക് ഏറ്റവും പ്രധാനം. കൃഷ്ണൻ പറഞ്ഞു, ശൈബ്യേ, അങ്ങനെയല്ല, നിനക്കൊരു വിവാഹം കഴിക്കണം. അതുകൊണ്ട് നീ ഇവരിൽ ആരെ വേണമെങ്കിലും തിരഞ്ഞെടുത്തുകൊള്ളൂ. നീ ആരെ തിരഞ്ഞെടുത്താലും നിനക്ക് എൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കും. അപ്പൊ ശൈബ്യ ഒരു കുസൃതി ചോദ്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ 2 പേരുമല്ലാതെ മൂന്നാമതൊരാളെ തിരഞ്ഞെടുത്താലോ? കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായിട്ടും ശൈബ്യേ, നീ ആരെ തിരഞ്ഞെടുത്താലും ശരി, ഈ കൃഷ്ണൻ നിനക്ക് വാക്ക് തരുന്നു, നിന്റെ വിവാഹം ഈ കൃഷ്ണൻ, നിന്റെ ആഗ്രഹം ഞാൻ നടത്തിച്ചു തരും ശൈബ്യേ. ശൈബ്യ പറഞ്ഞു, വാക്കുമാറരുത്. കൃഷ്ണൻ പറഞ്ഞു, കൃഷ്ണൻ ഒരേ ഒരു വാക്കേ ഉള്ളൂ, കൃഷ്ണൻ വാക്കുമാറാറില്ല. അപ്പോൾ ശൈബ്യ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ജീവിതത്തിൽ ഇപ്പോൾ ഒരേ ഒരു പുരുഷനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. ഒരു കാലഘട്ടത്തിൽ ഞാൻ ശ്വേതകേതുവിനെ സ്നേഹിച്ചിരുന്നു, ഞാൻ അവൻ്റേത് മാത്രമാകാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ മനസ്സിൽ ശ്വേതകേതുവില്ല, ഇന്ന് എൻ്റെ മനസ്സിൽ ഉദ്ധവനില്ല, ആരുമില്ല. എനിക്ക് വേണ്ടുന്ന ആളിനെ ഞാൻ പറയാം കൃഷ്ണ. പക്ഷേ കൃഷ്ണ, അത് നീ സാധിച്ചു തരണം. കൃഷ്ണൻ പറഞ്ഞു, നിശ്ചയം ശൈബ്യയെ ഞാൻ സാധിച്ചു തരും. കൃഷ്ണ, അത് നീയാണ് ഗോവിന്ദ, എനിക്ക് നീയാണ് വേണ്ടത്. നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടണം. ജീവിതാവസാനം വരെ നിന്റെ കൂടെ ഒരു നിഴലായിട്ട് എനിക്ക് ജീവിക്കണം. ഈ ശൈബ്യയ്ക്ക് ജീവിക്കണം കൃഷ്ണ. നിന്റെ പത്നി എന്ന പേരിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സിൽ നീയല്ലാതെ ആരുമില്ല. കൃഷ്ണൻ ഞെട്ടിത്തെരിച്ചു പോയി. കൃഷ്ണൻ സ്തംഭിച്ചു നിൽക്കുകയാണ്. കൃഷ്ണൻ പറഞ്ഞു, ശൈബ്യ, നീ എന്താ പറയുന്നത്? നീ എൻ്റെ കുഞ്ഞനുജത്തിയാണ്. അല്ല, എനിക്ക് ആരുടെയും കുഞ്ഞനുജത്തിയാകണ്ട കൃഷ്ണ. നിങ്ങൾക്കൊരു കുഞ്ഞനുജത്തിയുണ്ട്, സുഭദ്ര, അത് മതി കൃഷ്ണ. ശൈബ്യ നിങ്ങളുടെ ഭാര്യയാകാൻ ആഗ്രഹിക്കുന്നു. കൃഷ്ണ, ഗോവിന്ദ, വാക്കുപാലിക്കണം. കൃഷ്ണൻ ഒരു നിമിഷം നിശബ്ദനായി നിന്നതിന് ശേഷം ശൈബ്യയോട് പറഞ്ഞു, ശൈബ്യേ, നീ എന്നും എൻ്റെ കുഞ്ഞനുജത്തിയാണ്. നിന്നോട് ഞാനത് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിന്നെ ഒരു അനിയത്തിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ നിനക്ക് ആരെ വേണമെങ്കിലും ആഗ്രഹിച്ചുകൊള്ളൂ, വിവാഹം നടത്തിച്ചു തരാമെന്ന് പറഞ്ഞത്. അല്ലാതെ ഒരു അന്യന്റെ സ്ഥാനത്ത് നിന്നല്ല ശൈബ്യേ. അപ്പോൾ ശൈബ്യ പറഞ്ഞു, ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. വാക്കു പറഞ്ഞാൽ കൃഷ്ണ, വാക്കു പറഞ്ഞാൽ പാലിച്ചിരിക്കണം കൃഷ്ണ. കൃഷ്ണൻ പറഞ്ഞു, ശൈബ്യേ, നീ ഒരു കാര്യം മനസ്സിലാക്കുക.
എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ശ്വേതകേതു, ഉദ്ധവൻ. അവരെൻ്റെ സഹോദര തുല്യരാണ്. അവരാഗ്രഹിച്ച പെണ്ണിനെ ഞാൻ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ശൈബ്യ, അതെന്തോ ഒരു കഷ്ടമാണ് ശൈബ്യ. പിന്നെ ഈ കൃഷ്ണനാണോ ശൈബ്യ? ശൈബ്യ പറഞ്ഞു, എനിക്കങ്ങയെ വേണം. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ശൈബ്യേ നീ ശാന്തമാകൂ, ശൈബ്യേ നീ ശാന്തമായി ചിന്തിക്കൂ. നോക്കൂ, നീ എന്നെ വിവാഹം കഴിക്കുന്നു, കരവീരപുരത്ത് നിന്ന് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. പക്ഷെ നിനക്കൊരിക്കലും ഒരു സ്വസ്ഥമായ ജീവിതം ലഭിക്കില്ല. എൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണ് ശൈബ്യേ. ഞാൻ ഈ ശത്രുക്കള് ഇതിനകത്തുണ്ടെന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്നും ശത്രുക്കള്, അകത്തുനിന്നും ശത്രുക്കള്. ശൈബ്യേ, അതിൻ്റെ ഇടയിൽ എന്നെ കൊണ്ട് ഈ ധർമ്മദോഷം നീ ചെയ്യിപ്പിക്കരുത് ശൈബ്യേ. അതിനുവേണ്ടി ഞാൻ എന്താ വേണ്ടത് ശൈബ്യേ? നീ പറയൂ. എന്നെ ഈ വരത്തിൽ നിന്ന് നീ മോചിപ്പിക്കണം ശൈബ്യേ. ശൈബ്യ നിശ്ചലയായി നിന്നു. കൃഷ്ണൻ പറഞ്ഞു, ശൈബ്യേ നീ ഒരു കാര്യം മനസ്സിലാക്കുക. ബലം പ്രയോഗിച്ചെന്തു വാങ്ങിച്ചാലും ശൈബ്യേ അത് അധിക നാൾ നിലനിൽക്കില്ല. സ്നേഹം ബലം പ്രയോഗിച്ച് വാങ്ങിക്കേണ്ടതല്ല. അത് ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിൽ നിന്ന് താനേ വരേണ്ടതാണ് ശൈബ്യേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിന്നെ ഒരു അനുജത്തിയായി മാത്രമേ കാണാൻ കഴിയൂ. കാരണം നീ ശ്വേതകേതുവിനെ സ്നേഹിച്ചിരുന്നു, ശ്വേതകേതു നിന്നെയും സ്നേഹിച്ചിരുന്നു, ഉദ്ധവനും നിന്നെ സ്നേഹിക്കുന്നു. ഇവർ രണ്ടുപേരും എൻ്റെ രണ്ട് കണ്ണുകളാണ്. അവർ സ്നേഹിച്ച പെണ്ണിനെ തട്ടിയെടുക്കുന്ന ഒരു നീചനാകാൻ ഞാനില്ല. ചരിത്രം അങ്ങനെ എഴുതേണ്ടി വരും. ശൈബ്യേ, ഞാൻ എന്താണ് വേണ്ടത്? ഇനി നീ പറയൂ. നീ സ്നേഹിക്കുന്ന ഗോവിന്ദൻ ഒരു നീചനാകണോ? നീ സ്നേഹിക്കുന്ന ഗോവിന്ദൻ സ്വന്തം സഹോദര തുല്യം ഞാൻ കൊണ്ടു നടന്ന, എന്നെ അത്യധികം സ്നേഹിക്കുന്ന ശ്വേതകേതുവിൻ്റെയും ഉദ്ധവനും ഒരുമിച്ച് സ്നേഹിച്ച പെണ്ണിനെ തട്ടിയെടുക്കുന്ന ഒരു നീചനാകണോ ശൈബ്യേ? ശൈബ്യ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തൂവി. ശൈബ്യ പറഞ്ഞു, ഗോവിന്ദ, ഞാൻ മനസ്സിലാക്കുന്നു, നീ പറഞ്ഞതാണ് ശരി. ബലം പ്രയോഗിച്ചു വാങ്ങിക്കുന്നതിനൊന്നും വിലയില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, എൻ്റെ ഹൃദയത്തിൽ നീ ആയിരിക്കും. ഞാൻ ആരെ വിവാഹം കഴിച്ചാലും നീ ചൂണ്ടിക്കാണിച്ചു തരുന്ന ആരെയും ഗോവിന്ദ ഞാൻ വിവാഹം കഴിക്കും. പക്ഷേ എൻ്റെ ശരീരം മാത്രമാണ് അവർക്ക്, എൻ്റെ ഹൃദയം നിനക്കായിരിക്കും. ഗോവിന്ദ ശൈബ്യ, ഈ ശൈബ്യ, കരവീരപുരത്ത ശൈബ്യ, നിന്നെ നീ നൽകിയ വരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. കൃഷ്ണൻ ശൈബ്യയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട് കുഞ്ഞനുജത്തി. നീ ഒരു അസാധാരണ സ്ത്രീയാണ്. നിന്നെ സ്വന്തമാക്കുന്നവൻ ആരും ഭാഗ്യവാനാണ്. ശൈബ്യേ, നീ ഒരു മെരുങ്ങാത്ത കുതിരയാണ്. അപ്പൊ ശൈബ്യ പറഞ്ഞു, എന്നെ മെരുക്കിയത് ഗോവിന്ദ നിങ്ങളാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ആയിരിക്കാം ശൈബ്യേ, പക്ഷേ ഞാൻ ഇപ്പം നിന്നോട് ചോദിക്കുന്നു, നിനക്ക് ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്? ഉദ്ധവനെയാണോ ശ്വേതകേതുവിനെയാണോ? അപ്പോൾ ശൈബ്യ പറഞ്ഞു, എനിക്കങ്ങനെ ഒന്നുമില്ല. ഞാൻ തെരഞ്ഞെടുത്തത് കൃഷ്ണ അങ്ങയെയാണ്. ഞാൻ ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം. അപ്പോൾ പറഞ്ഞു, അങ്ങനല്ല, നിന്റെ ഇഷ്ടം. അപ്പൊ ശൈബ്യ ചോദിച്ചു, ഞാൻ ഇവർ രണ്ടുപേരിൽ ആരെ സ്വീകരിക്കുന്നതാണ് ഗോവിന്ദ നിനക്ക് പ്രധാനം? ഞാൻ ഇതിനകത്ത് ആരെയാണ് സ്വീകരിക്കേണ്ടത്? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, നിനക്കിഷ്ടമുള്ളവരെ നിനക്ക് സ്വീകരിക്കാം. അപ്പൊ ശൈബ്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കേട്ടു, കുണ്ഠിനപുരത്തേക്ക് എൻ്റെ സഹായം ആവശ്യമുണ്ടെന്ന്. കുണ്ഠിനപുരത്തേക്ക് ശ്വേതകേതു പോകുന്നുണ്ട്. ഞാൻ കുണ്ഠിനപുരത്ത് എത്തണമെന്ന് നീ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതേ ശൈബ്യേ, ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി നീ കുണ്ഠിനപുരത്തേക്ക് പോകണം. ശൈബ്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്വേതകേതുവിൻ്റെ കൂടെ കുണ്ഠിനപുരത്തിലേക്ക് പോകുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ ആരെയും വിവാഹം കഴിക്കാനല്ല പോകുന്നത്.
പക്ഷേ നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും കൃഷ്ണ. കൃഷ്ണ, നീ എന്നെ ധർമ്മത്തിന് വേണ്ടി മാത്രമാണോ കാണുന്നത്? ശൈബ്യേ, ധർമ്മത്തിൻ്റെ വഴിയിലേക്ക് നീയും വന്നു ചേരുന്നു. നീ കുണ്ഠിനപുരത്തേക്ക് ചെല്ലുകയും അധർമ്മത്തിൻ്റെ രൂപമായ ജരാസന്ധനെ ഇല്ലാതാക്കാനുള്ള വഴി ഒരുക്കുകയും ചെയ്താൽ നിന്നെ യാദവന്മാർ എന്നും നന്ദിയോടുകൂടി സ്മരിക്കും. ആ സമയത്ത് ശൈബ്യയുടെ കണ്ണുകളൊന്ന് തിളങ്ങി. അവൾ ഒരു നിമിഷം പഴയ കരവീരപുരത്തെ രാജകുമാരിയായിട്ട് അവൾ മാറി. അവൾ പറഞ്ഞു, കൃഷ്ണ, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാം. പക്ഷേ ഒരു കാര്യം മാത്രം നീ എന്നെ അനുവദിക്കണം. നിന്റെ കൂടെ ഒരു നിഴലായി എപ്പോഴും ഉണ്ടാകാൻ എന്നെ അനുവദിക്കണം. ഈ ശൈബ്യ മരിച്ചു വീണതിന് ശേഷമേ നിന്റെ ദേഹത്തൊരു പോറൽ പോലും ഏക്കാൻ പറ്റൂ. കൃഷ്ണൻ അത്ഭുതത്തോടുകൂടി നോക്കി. ശൈബ്യ പറഞ്ഞു, ഇത് ഞാൻ ഒരാൾക്ക് കൊടുത്ത വാക്കാണ്. ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തു കൃഷ്ണ. നിന്റെ കൂടെ ഒരു നിഴല് പോലെ ഞാൻ ഉണ്ടാകുമെന്നൊരാൾക്ക് വാക്ക് കൊടുത്തു. നിനക്കൊരു കുഞ്ഞാപത്ത് പോലും വരാതെ നിന്നെ ഞാൻ സംരക്ഷിക്കുമെന്ന് വാക്ക് കൊടുത്തു. കൃഷ്ണൻ അത്ഭുതപ്പെട്ടു. കൃഷ്ണൻ പറഞ്ഞു, ശൈബി, നീ വാക്ക് കൊടുത്തെന്നോ? നീ ആർക്ക് വാക്ക് കൊടുത്തു? അപ്പൊ ശൈബി ഒന്ന് പുഞ്ചിരിച്ചിട്ട് കൃഷ്ണനോട് പറഞ്ഞു, ഞാൻ വാക്ക് കൊടുത്തത് മറ്റാർക്കുമല്ല, രാധാറാണിക്കാണ്. വൃന്ദാവനത്തിലെ രാജ്ഞി രാധാറാണിക്ക്. കൃഷ്ണ, ഞാൻ പറയുന്നു, രാധ വൃന്ദാവനത്തിന്റെ മാത്രമല്ല, ഈ ലോകത്തിന്റെ മുഴുവൻ രാജ്ഞിയാണ്. ഗോവിന്ദ, ഞാൻ നിന്നേക്കാൾ കൂടുതൽ ഞാൻ രാധയെ സ്നേഹിക്കുന്നു. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. കൃഷ്ണൻ ഒന്ന് കണ്ണു ചിമ്മി. കൃഷ്ണൻ ചോദിച്ചു, അവൾ എന്താണ് പറഞ്ഞത് നിന്നോട്? അപ്പോൾ പറഞ്ഞു, കൃഷ്ണ, നിന്നെ വധിക്കാൻ തക്കവണ്ണമുള്ള ശൗര്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള എനിക്ക് നിന്നെ സംരക്ഷിക്കാനും കഴിയും എന്ന് രാധാറാണി ഉറച്ചു വിശ്വസിച്ചു. അപ്പൊ രാധാറാണി എന്നോട് പറഞ്ഞു, ശൈബ്യേ, ഒരു നിഴല് പോലെ കൃഷ്ണന്റെ കൂടെ ഉണ്ടാകണം. ആപത്തുകൾ അവന്റെ കൂടെയുണ്ട്. അവൻ എൻ്റെ പ്രാണനാണ് ശൈബ്യേ. നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഗോവിന്ദ ഞാൻ നിന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയത്, നിന്റെ കൂടെ ഒരു നിഴലായിട്ട് വരാൻ. ഗോവിന്ദ, രാധ ഗോവിന്ദന്റെയാണ്. രാധയെ മറക്കരുത്. രാധയെ പോലൊരു പെണ്ണി ലോകത്തില്ല. അവൾ ഗോവിന്ദന്റെ രാധയാണ്. രാധേ രാധേ, ഗോവിന്ദ രാധേ രാധേ, രാധേ രാധേ, ഗോവിന്ദ രാധേ രാധേ, രാധേ രാധേ, ഗോവിന്ദ രാധേ രാധേ. കൃഷ്ണൻ ഒരു നിമിഷം നിർനിമേഷനായി നിന്നു. കൃഷ്ണൻ ചിന്തിക്കുകയായിരുന്നു, രാധ, ഗോവിന്ദന്റെ രാധ, എന്നോടൊപ്പം യമുനയിൽ നീന്തിക്കളിച്ച് എന്നോടൊപ്പം രാസലീലയാടിയ രാധ. അവൾ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു. അവൾ എന്നെ ശൈബ്യയെ ഏൽപ്പിച്ചിരിക്കുന്നു. കൃഷ്ണന്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരടർന്നു വീഴുന്നത് കണ്ട് ശൈബ്യ അത്ഭുതപ്പെട്ടു. ശൈബ്യ പറഞ്ഞു, എന്ത് കൃഷ്ണ, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളിയോ? കരവീരപുരത്ത് എൻ്റെ അമ്മാവനെ വധിക്കുമ്പോൾ ഞാൻ കണ്ട ആ ക്രൗര്യമുള്ള ചക്രായുധം പ്രയോഗിക്കുന്ന കൃഷ്ണ, നിന്റെ കണ്ണുകളിൽ കണ്ണുനീരോ? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ശൈബ്യേ, എൻ്റെ കണ്ണുകൾ തന്നെ രാധയാണ്.
എൻ്റെ കണ്ണുകൾ തന്നെ രാധയാണ്, പിന്നെന്തേ നീ വിവാഹം കഴിക്കാത്തത്? കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ചിട്ട് കൃഷ്ണൻ പറഞ്ഞു, അത് നിനക്ക് മനസ്സിലാകില്ല, അത് നിനക്ക് മനസ്സിലാകില്ല. കൃഷ്ണന്റെ കണ്ണുകൾ രാധയാണ്. രാധയില്ലെങ്കിൽ പിന്നെ കൃഷ്ണൻ അന്ധനാണ്. കൃഷ്ണന്റെ മുന്നിൽ വെളിച്ചമില്ല, കൃഷ്ണന്റെ മുന്നിൽ വെളിച്ചമില്ല. അവൾ എന്നെ സ്നേഹിക്കുന്ന കണക്ക് ശൈബിയെ നിനക്കെന്നല്ല, ഈ ലോകത്താർക്കും ആർക്കും സാധ്യമല്ല. രാധേ രാധേ ഗോവിന്ദ രാധേ രാധേ, രാധേ രാധേ ഗോവിന്ദ രാധേ രാധേ. കൃഷ്ണൻ ഒന്നും മിണ്ടാതെ കൃഷ്ണൻ നടന്നകന്നു. അടുത്ത ദിവസം ശ്വേതകേതുവുമൊത്ത് നമ്മുടെ ശൈബ്യ കുണ്ഠിനപുരത്തിലേക്ക് പോവുകയാണ്. രുക്മിണി രാജകുമാരിയുടെ അടുക്കലേക്ക് പോവുകയാണ്. അവരിതാ യാത്ര തിരിച്ചു കഴിഞ്ഞു. കൃഷ്ണൻ ശൈബ്യയെ ഒന്ന് നോക്കി, ശൈബ്യ കൃഷ്ണനെയും ഒന്ന് നോക്കി. ശൈബ്യയുടെ കണ്ണുകൾ നനഞ്ഞിരിക്കുന്നത് കൃഷ്ണൻ കണ്ടു. ശൈബ്യ 2 ചുവട് മുന്നോട്ട് വെച്ചു. അതിനുശേഷം ശൈബ്യ വീണ്ടും നടന്ന് തിരിച്ചു വന്നു. തിരിച്ച് ശൈബ്യ കൃഷ്ണന്റെ അടുക്കലെത്തി. എത്തിയതിനു ശേഷം ശൈബ്യ പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നീ എന്നെ അനുജത്തിയായി കണ്ടുകൊള്ളൂ. പക്ഷേ എനിക്കതിന് പറ്റില്ല കൃഷ്ണ. ഞാനിപ്പോൾ പോവുകയാണ്. കുണ്ഠിനപുരത്തെ എൻ്റെ ധർമ്മം നിർവഹിച്ചതിന് ശേഷം ഞാൻ നേരെ കരവീരപുരത്തേക്ക് പോകും. ഞാൻ കഷ്ടപ്പെടുത്തിയ എൻ്റെ അമ്മായിയുണ്ട് പത്മാവതി, അവരെ കുറച്ചു നാൾ ഞാൻ ശുശ്രൂഷിക്കും പ്രായച്ചിത്തമായി. അതിനുശേഷം ഞാൻ വീണ്ടും വരും. ഒരു നിഴല് പോലെ കൃഷ്ണ ശൈബ്യ നിന്റെ കൂടെ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈ കഥ കേൾക്കുന്നവർ ആലോചിക്കണം. ശൈബ്യ ഒരു അസാധാരണ കഥാപാത്രമാണ്. രാധയുടെ പ്രണയത്തിലെ ഒരു അസാധാരണ കഥാപാത്രമാണ് ശൈബ്യ എന്ന് പറയുന്നത്. ശൈബ്യയും ശ്വേതകേതുവും പുറപ്പെട്ടു. ഈ സമയത്ത് കുണ്ഠിനപുരം ഇളകി മറിയുകയാണ്. രുക്മിണി പല അടവുകൾ എടുത്തു. ആഹാരം കഴിക്കാതിരുന്നു. എന്തെല്ലാം ചെയ്തു നോക്കി. ഒടുവിൽ തൻ്റെ പിതാവിനോട് താൻ ആത്മഹത്യ ചെയ്യുമെന്ന് വരെ പറഞ്ഞു. അപ്പോഴൊക്കെ പിതാവ് അവളെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, മകളെ, ഇങ്ങനെയാണ്, നിന്റെ വിവാഹം ഇതാ നിശ്ചയിച്ചു കഴിഞ്ഞു മകളെ, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ജരാസന്ധ ചക്രവർത്തിയാണ് ഇത് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ രുക്മി വന്നിട്ട് രുക്മിണിയോട് പറഞ്ഞു, നീ അടങ്ങിയിരിക്കണം, ഇവിടെ പുരുഷന്മാരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. രുക്മിണി കത്തിജ്വലിച്ചുകൊണ്ട് രുക്മിയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു സഹോദരനല്ല, നിങ്ങൾ നീചനാണ്. നിങ്ങൾക്ക് നാളെ ചക്രവർത്തിയാകാൻ വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്കറിയാം ഇതെല്ലാം. രുക്മി ഒന്നും മിണ്ടിയില്ല. അതേ, പല ദേശത്തു നിന്നും രുക്മിണിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ രാജാക്കന്മാർ വന്നു തുടങ്ങി. പല ആൾക്കാരും വന്നു തുടങ്ങി. ഓരോ രാജാക്കന്മാരെയും രുക്മിണിയുടെ പിതാവായ ഭീഷ്മകനും ചേർന്ന് സ്വീകരിക്കാൻ തുടങ്ങി. പക്ഷേ ഈ വന്നവരാരും രുക്മിണിയെ വിവാഹം കഴിക്കാൻ തയ്യാറാകില്ല. കാരണം ജരാസന്ധൻ ഇതൊരു പേരിന് വേണ്ടി നടത്തുന്നു എന്നേ ഉള്ളൂ. ജരാസന്ധ ചക്രവർത്തിയെ ധിക്കരിച്ചുകൊണ്ട് രുക്മിണിയെ സ്വന്തമാക്കാനുള്ള ധൈര്യം ഒരു മനുഷ്യർക്കുമില്ല. ആ സമയത്താണ്, എന്തു ചെയ്യണമെന്നറിയാത്ത സമയത്താണ് രുക്മിണിയുടെ കൊട്ടാരത്തിലേക്ക് ഒരു ദൂതൻ വരുന്നത്. ഒരു ദൂതൻ വന്നിട്ട് പറഞ്ഞു, രുക്മിണി, നിങ്ങളെയും കാത്ത് കുണ്ഠിനപുരത്തിലെ നിങ്ങളുടെ പിതാവിന്റെ കൊട്ടാരത്തിൽ ഒരു സ്ത്രീ വന്നിരിക്കുന്നു, കൃഷ്ണന്റെ ദൂതുമായി. കൃഷ്ണൻ എന്ന് കേട്ടതും രുക്മിണി പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്നപ്പോ കാണാം ശൈബ്യ അതീവ സുന്ദരി, കറുത്ത സുന്ദരി. ഓർമ്മിക്കുക, ശൈബ്യ വെളുപ്പല്ല, കറുത്ത സുന്ദരി. പക്ഷേ കറുപ്പാണെങ്കിലും 7 അഴകുള്ളവൾ. ഏത് വെളുത്തവളെ കാട്ടിയും എവിടെ നിന്നാലും ശോഭിക്കുന്നവൾ, അസാധാരണമായ അഴകുള്ളവളാണ് ശൈബ്യ. ആ ശൈബ്യയുടെ അടുക്കലേക്ക് രുക്മിണി ചെന്നപ്പോൾ രുക്മിണിയുടെ കൈ പിടിച്ചുകൊണ്ട് ശൈബ്യ പറഞ്ഞു, നമുക്കെവിടെയെങ്കിലും ഒരു സ്വകാര്യമായ സ്ഥലത്തിരിക്കാം. രുക്മിണി പറഞ്ഞു, എന്നോടൊപ്പം വരൂ. അങ്ങനെ രുക്മിണിയും ശൈബ്യയും കൂടി പൂന്തോട്ടത്തിലേക്ക് പോയി. അവര് സ്വസ്ഥമായിട്ടിരുന്നു. അപ്പോൾ രുക്മിണി ചോദിച്ചു, എന്താണ് കൃഷ്ണൻ നിങ്ങളോട് പറഞ്ഞത്?
അപ്പോൾ പിന്നെ ശൈബ്യ പറഞ്ഞു, കൃഷ്ണൻ എന്നും ധർമ്മത്തിൻ്റെ പക്ഷത്താണ് കുമാരി, എന്നെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? അപ്പോൾ ശൈബ്യ ചോദിച്ചു, അല്ല കുമാരിക്ക് എന്താണ് വേണ്ടത്? അപ്പൊ രുക്മിണി പറഞ്ഞു, എനിക്ക് വേണ്ടത് കൃഷ്ണനാണ്, എൻ്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ശൈബ്യേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ശൈബ്യേ. അപ്പൊ ശൈബ്യ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾ ആഗ്രഹിച്ചാൽ കൃഷ്ണൻ വന്ന് നിങ്ങളെ സ്വന്തമാക്കിയിരിക്കും. അപ്പോൾ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് കൃഷ്ണനെ വേണം. അപ്പോൾ ചോദിച്ചു, ഗോവിന്ദനെ അങ്ങനെ സ്വന്തമാക്കാൻ പറ്റില്ല രുക്മിണി. കൃഷ്ണനെ നേടാൻ നിങ്ങൾക്ക് എന്തർഹതയാണുള്ളത്? കൃഷ്ണനെ നേടാൻ വേണ്ടി രുക്മിണി നിങ്ങൾ ഇതുവരെ എന്താണ് ചെയ്തിട്ടുള്ളത്? രുക്മിണി ഞെട്ടിപ്പോയി. കാരണം രുക്മിണിയെ സംബന്ധിച്ചിടത്തോളം എന്നും സ്വന്തം സൗന്ദര്യത്തിലും താൻ രാജകുമാരിയാണെന്ന ചിന്തയിലും മതിമറന്നിരിക്കുന്ന ഒരാളാണ്. രുക്മിണി പറഞ്ഞു, എന്തർഹതയെന്നോ? ഞാൻ വിദർഭയുടെ രാജകുമാരിയാണ്, കൃഷ്ണൻ ഒരാട്ടിടയനാണ്, ഒരു ആട്ടിടയനെ രാജകുമാരി കല്യാണം കഴിക്കാൻ പോവുകയാണ്, എന്താണ് അർഹതയ്ക്ക് കുറവ്? ശൈബ്യ പൊട്ടിച്ചിരിച്ചു. ശൈബ്യയുടെ ചിരി കണ്ട് രുക്മിണി വല്ലാതായി. ശൈബ്യ പറഞ്ഞു, അനുജത്തി, ശൈബ്യയേക്കാൾ ഒരു 3-4 വയസ്സിന് ഇളയതാണ് ആരെന്ന് പറയുന്നത് രുക്മിണി. അനുജത്തി, ഞാൻ എന്തു പറയാനാണ്? ഗോവിന്ദനെ നിനക്കങ്ങനെ കിട്ടില്ല, ഗോവിന്ദനെ നിനക്കങ്ങനെ കിട്ടില്ല. അപ്പൊ രുക്മിണി പറഞ്ഞു, നോക്കൂ, ഞാനും ഒരു പാൽക്കാരി പെണ്ണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, ആ വൃന്ദാവനത്തിലെ ഗോപികമാരുമായി എനിക്ക് ആടി നടക്കാമായിരുന്നു. അപ്പൊ ശൈബ്യയുടെ മുഖം ഗൗരവം കൊണ്ടു, ഇല്ല, നീ ഏത് വൃന്ദാവനത്തിൽ ജനിച്ചിട്ടും കാര്യമില്ല. രുക്മിണി, ഒന്ന് മനസ്സിലാക്കുക, കൃഷ്ണനെ വേണമെങ്കിൽ നിന്റെ ഓരോ രോമകൂപങ്ങളിലും കൃഷ്ണനോടുള്ള പ്രണയം തുടിക്കണം. അത് തുടിക്കാതെ കിട്ടില്ല. കാരണം അതിനേക്കാൾ വലിയ ഒരു സ്ത്രീ, വിദർഭയിലെ രാജകുമാരിയേക്കാൾ വലിയ ഒരു സ്ത്രീയുണ്ട് കൃഷ്ണന്റെ ഹൃദയം കീഴടക്കിയത്. അപ്പൊ രുക്മിണി ചോദിച്ചു, അതാരാണ്? ആ സ്ത്രീ ആരാണ്? രാധയാണ് ആ സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു, രാധയെ എനിക്കറിയാം. അതെ, പക്ഷേ കൃഷ്ണന്റെ ഹൃദയത്തിൽ ഇന്നും രാധയാണ് രുക്മിണി. നീ അത് ഓർമ്മ വെച്ചുകൊള്ളൂ. കൃഷ്ണന് ഹൃദയത്തിലേറ്റാൻ രാധയെ മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ആരെയും കഴിയില്ല. അപ്പൊ രുക്മിണി പറഞ്ഞു, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃഷ്ണനെ കിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അപ്പോൾ പറഞ്ഞു, കൃഷ്ണനെ കിട്ടും. ഞാൻ പറഞ്ഞതുപോലെ ദേ നോക്കൂ, ഞാൻ കൃഷ്ണനെ എന്നും എതിർത്തിരുന്നു, കൃഷ്ണനെ എന്നും വെറുത്തിരുന്നു. അപ്പോൾ ഓരോ രോമകൂപങ്ങളിലും എനിക്ക് കൃഷ്ണനായിരുന്നു. പക്ഷെ അനുകൂലമല്ല, വിപരീതം. രുക്മിണി, 2 രീതിയിലുണ്ട് ഭക്തി. ഒന്ന് അനുകൂലം, 2 വിപരീതം. നമുക്കൊരാളോട് ദേഷ്യമുണ്ടെങ്കിൽ എപ്പോഴും അയാളെക്കുറിച്ച് ചിന്തിക്കും. ഞാൻ അങ്ങനെ ചിന്തിച്ചു, അപ്പോൾ ഗോപാലൻ വന്നു എന്നെ രക്ഷപ്പെടുത്തി. രുക്മിണി, നീ നിശ്ചയമായും ആഗ്രഹിക്കൂ, ഉറപ്പായിട്ടും ആര് വന്നിരിക്കും, നിന്നെ രക്ഷിക്കാനായിട്ട് ശ്രീകൃഷ്ണൻ വന്നിരിക്കും. അപ്പോൾ ഞാൻ പോകട്ടെ അനുജത്തി, എനിക്ക് കുണ്ഠിനപുരത്തിലേക്ക് എനിക്ക് പോകണം. രുക്മിണി ശൈബ്യയെ യാത്രയാക്കി. രുക്മിണി പറഞ്ഞു, ജരാസന്ധ ചക്രവർത്തിയെ ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ ധർമ്മം പാലിക്കാൻ കഴിയില്ല, രുക്മിണിയുടെ സഹായം വേണം. അപ്പൊ രുക്മിണി ചോദിച്ചു, ഞാൻ എന്ത് സഹായം ചെയ്യാൻ? അതൊക്കെ പിന്നാലെ മനസ്സിലാകും, ഇപ്പോൾ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങോട്ടേക്ക് വന്നു തുടങ്ങി. എല്ലാ രാജകുമാരന്മാരും വന്നു, ദമഘോഷൻ വന്നു, അവന്തിയിലെ രാജകുമാരന്മാര് വന്നു, എല്ലാവരും വന്നു തുടങ്ങി. ഈ സമയത്ത് അവിടുത്തെ ആചാര്യനാണ് ശ്വേതകേതു തൻ്റെ പാഠശാലയിലേക്ക് കയറി ചെന്നു. പാഠശാലയിലേക്ക് കയറി ചെന്നിട്ട് വിദ്യാർത്ഥികളോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് വിട പറയുകയാണ്. വിദ്യാർത്ഥികൾ അമ്പരന്ന് പോയി. അയ്യോ ഗുരു, അങ്ങ് എവിടെയാണ് പോകുന്നത്? ഞാൻ പോവുകയാണ്, നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു, ഇവിടെ ഞാൻ നിൽക്കുന്നില്ല. അപ്പൊ വിദ്യാർത്ഥികൾ പറഞ്ഞു, ഞങ്ങളെയും കൂടെ കൊണ്ടുപോണേ. ഒരിക്കലുമില്ല, കാരണം നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ട്. ഞാൻ പോകുന്നത് ഭിക്ഷാപാത്രവും എടുത്ത് ഇങ്ങനെ യാചിക്കാനാണ്. പക്ഷേ എൻ്റെ കൂടെ
അപ്ലവ നിനക്ക് വരാം, ജഹ്രു നിനക്കും വരാം. കാരണം നിങ്ങൾക്ക് മാതാപിതാക്കളില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ കൂടെ വരാം. അപ്ലവനും ജഗ്നുവും അങ്ങനെ ശ്വേതകേതുവിൻ്റെ കൂടെ വന്നു. എല്ലാ വിദ്യാർത്ഥികളും കൈകൾ കൂപ്പിത്തൊഴുതുകൊണ്ട് നിന്നു. അങ്ങനെ ശ്വേതകേതു അവിടെ നിന്ന് നടന്ന് നേരെ കൊട്ടാരത്തിൽ ചെന്നു. കൊട്ടാരത്തിലാകട്ടെ ഭീഷ്മകൻ ഭോജരാജാവ് ഇരിക്കുകയാണ്. ജരാസന്ധനുണ്ട്, ദമഘോഷനുണ്ട്, മറ്റു പല രാജാക്കന്മാരുമുണ്ട്. ഇദ്ദേഹം ശ്വേതകേതു എന്ന ആചാര്യൻ നടന്നു ചെന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റു, ജരാസന്ധൻ ഒഴികെ. ജരാസന്ധൻ ഇവരെ ഒന്നും അത്ര ഇഷ്ടമല്ല, ആചാര്യന്മാരെ. അപ്പോൾ ശ്വേതകേതു അവരെ വണങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ആചാര്യ ഇരുന്നാലും. ആചാര്യൻ അവിടെ ഇരുന്നു, ശ്വേതകേതു. അപ്പോൾ ശ്വേതകേതുവിനോട് പറഞ്ഞു, എന്താണ് ഈ സമയത്ത് വന്നത്? അപ്പൊ ശ്വേതകേതു പറഞ്ഞു, ഞാൻ ഈ നഗരം വിട്ടു പോവുകയാണ്. ഞെട്ടിപ്പോയി. അങ്ങ് ഈ നഗരം വിട്ടു പോവുകയോ? അങ്ങ് എന്തിനാണ് ഈ നഗരം വിട്ടു പോകുന്നത്? അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഈ നഗരം വിട്ടു പോവുകയാണ്, ഇനി ഇവിടെ ഇല്ല. അപ്പോൾ ഭീഷ്മക രാജാവ് ചോദിച്ചു, ആചാര്യ, ഞങ്ങളുടെ പക്ഷത്തു നിന്ന് എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടോ? എന്തെങ്കിലും കുറ്റങ്ങൾ വന്നിട്ടുണ്ടോ? അങ്ങനെ കുറ്റങ്ങളോ കുറവുകളോ വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറയണേ, ഞങ്ങളത് തിരുത്താം. ഒരു കുറവുകളും വന്നിട്ടില്ല. നിങ്ങൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തന്നു. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഭീഷ്മക രാജാവ് പറഞ്ഞു, അങ്ങ് പോകരുത്. ഒരു മംഗളകർമ്മം ഇവിടെ നടക്കാൻ പോവുകയാണ്. ആ മംഗളകർമ്മം നടക്കുന്ന സമയത്ത് അങ്ങ് ഇവിടെ നിന്ന് പോയിക്കഴിഞ്ഞാൽ അത് അമംഗളമാണ്. നമ്മുടെ നാട്ടിലെ വിശ്വാസം അറിയില്ലേ? ആചാര്യന്മാരും പണ്ഡിതന്മാരും മംഗളകർമ്മം നടക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അമംഗളമായി മാറില്ലേ? അപ്പോൾ ശ്വേതകേതു ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ആ മംഗളകർമ്മം നടക്കുന്നത് കൊണ്ടാണ് എനിക്കിവിടെ നിന്ന് പോകേണ്ടി വരുന്നത്. ഇത്രയുമായപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, അല്ല, ഭീഷ്മക രാജാവ് പറയുന്നതൊന്ന് കേട്ടൂടെ നിങ്ങൾക്ക്? നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ മംഗളകർമ്മം കഴിഞ്ഞിട്ട് പോകൂ. ഒരു കാരണവശാലും പറ്റില്ല. കാരണം ധർമ്മവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഭീഷ്മക രാജാവ് ഞെട്ടിപ്പോയി. ഭീഷ്മക രാജാവ് പറഞ്ഞു, എന്ത് ധർമ്മവിരുദ്ധമായ കാര്യങ്ങളോ? അതേ മഹാരാജാവേ, ധർമ്മവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ജരാസന്ധൻ എന്തോ പന്തികേട് തോന്നി. ജരാസന്ധൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അല്ല, എന്ത് ധർമ്മവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാലും. അപ്പോൾ ജരാസന്ധനെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ജരാസന്ധൻ കുത്തുവാക്കുകൾ ഉപയോഗിച്ചു. ജരാസന്ധൻ പറഞ്ഞു, അല്ല, ഇത്രയും നാളും ഭോജരാജാവ് നൽകിയ സകല ആനുകൂല്യങ്ങളും നിങ്ങൾ അനുഭവിച്ചു, എല്ലാം അത് ആസ്വദിച്ചു. അതിനുശേഷം ഒരു മംഗളകർമ്മം നടക്കുമ്പോൾ പോകുന്നത് തെറ്റല്ലേ? ശ്വേതകേതു ജരാസന്ധന്റെ നേർക്ക് സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം ശ്വേതകേതു പറഞ്ഞു, ജരാസന്ധ ചക്രവർത്തി, ഞാൻ ഇവിടെ വന്നത് വെറും കൈയോടെയാണ്. എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ഭോജരാജാവ് ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കുട്ടികളെ വേദം പഠിപ്പിച്ചു, കുട്ടികളെ ആയുധാഭ്യാസങ്ങൾ ഞാൻ നടത്തിച്ചു. ഇവിടുത്തെ രാജഗുരുവായ അസ്മക ആചാര്യനെ എന്നാലാവുന്ന വിധത്തിലെല്ലാം ഞാൻ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വന്നത് വെറും കൈ, പോകുന്നതും വെറും കൈ. ആരുടെയും ഒരാനുകൂല്യങ്ങളും ഞാൻ വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ഇത്രയും നേരം അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവിടെ അധർമ്മം നടക്കാൻ പോവുകയാണ്. ആ അധർമ്മത്തിന് ഉത്തരവാദി അങ്ങാണ് ജരാസന്ധ ചക്രവർത്തി. ജരാസന്ധ ചക്രവർത്തി ഒന്ന് നടുങ്ങി. അവിടെ ഇരുന്നവര് ഒന്ന് നടങ്ങി. പെട്ടെന്ന് ജരാസന്ധൻ സൂത്രശാലിയാണ്. ജരാസന്ധൻ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ അത്രയ്ക്ക് മോശക്കാരനാണോ ശ്വേതകേതു? അതേ ജരാസന്ധ ചക്രവർത്തി, താങ്കൾ മോശക്കാരനാണ്. ഭീഷ്മക രാജാവ് നടുങ്ങി, രുക്മി നടുങ്ങി. ദമഘോഷൻ മാത്രം സാകൂതം ശ്വേതകേതുവിനെ നോക്കി. മറ്റുള്ള രാജാക്കന്മാർ അമ്പരന്നിരിക്കുകയാണ്. ജരാസന്ധനെ മുഖത്തു നോക്കി വെല്ലുവിളിക്കാൻ ഇന്നുവരെ ആരും തയ്യാറായിട്ടില്ല. ഇവിടെ ശ്വേതകേതു എന്ന ആചാര്യൻ അതിന് തയ്യാറായിരിക്കുന്നു. ശ്വേതകേതു നിവർന്നു നിന്നുകൊണ്ട് പറഞ്ഞു, ഇവിടെ അധർമ്മമാണ് നടക്കുന്നത്. അപ്പൊ ഭീഷ്മകൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞാലും ഇവിടെ എന്ത് അധർമ്മമാണ് നടക്കുന്നത്? അങ്ങ് പറഞ്ഞാൽ ഞാനത് തിരുത്താം.
അപ്പൊ ശ്വേതകേതു പറഞ്ഞു, കഴിയില്ല, ഒരിക്കലും അങ്ങേക്ക് അത് തിരുത്താൻ കഴിയില്ല. അപ്പൊ ചോദിച്ചു, എന്തുകൊണ്ട് കഴിയില്ല? കാരണം അധർമ്മം ചെയ്യുന്നത് അങ്ങും ജരാസന്ധനും കൂടാണ്. രുക്മിണി ദേവിയുടെ വിവാഹം ഇവിടെ നടക്കാൻ പോവുകയാണ്. ഇത് അധർമ്മമാണ്. ഈ ജരാസന്ധ ചക്രവർത്തിയാണ് ഇതിനെല്ലാം കാരണം. ജരാസന്ധന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു തുടുത്തു. ജരാസന്ധൻ പറഞ്ഞു, ഇവിടെ സ്വയംവരം നടക്കുന്നത് എങ്ങനെ അധർമ്മമാകുമെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. അല്ലെങ്കിൽ ശ്വേതകേതു, നിങ്ങൾക്ക് ഇവിടെ നിന്നിറങ്ങാൻ സാധ്യമല്ല. ശ്വേതകേതു ജരാസന്ധനെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞനുജത്തിയാണ് രുക്മിണി ദേവി. രുക്മിണി ദേവിയെ ഞാൻ എൻ്റെ അനുജത്തിയെ പോലെ സ്നേഹിക്കുന്നു. ഒരു സ്ത്രീയെ അവളുടെ ഇഷ്ടമില്ലാതെ മറ്റൊരു പുരുഷന് കൊടുക്കുന്നത് അധർമ്മമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ രാജാക്കന്മാരും കേൾക്കുക. രുക്മിണിക്ക് ദമഘോഷന്റെ മകൻ ശിശുപാലനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല. ഇവിടെ സ്വയംവരം എന്ന് പറയുന്നത് വെറും ഒരു പ്രഹസനം മാത്രമാണ്. ഇവിടെ ഒരു മാറ്റക്കച്ചവടമാണ് നടക്കുന്നത്. താങ്കളുടെ പൗത്രിയായ ആപ്നവിയെ രുക്മിക്ക് കൊടുക്കുക, ദമഘോഷന്റെ മകനെ ഈ രുക്മിണിക്കും കൊടുക്കുക. അങ്ങനെ നിങ്ങൾ എന്തു ചെയ്യുന്നു? കൃഷ്ണനോടേറ്റ പരാജയം, ആ പരാജയത്തിന് കൃഷ്ണനെ എതിരിടാൻ വേണ്ടി രണ്ട് രാജ്യങ്ങളെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് ദമഘോഷൻ സാഭൂതം നോക്കി ജരാസന്ധൻ പറഞ്ഞു, ശ്വേതകേതു സൂക്ഷിച്ച് സംസാരിക്കണം. ചക്രവർത്തി, ജരാസന്ധ ചക്രവർത്തി, ഞാൻ ശ്വേതകേതു ആരെയും ഭയക്കാറില്ല, കൃഷ്ണനെ അല്ലാതെ. കൃഷ്ണന്റെ കാരുണ്യം കൊണ്ടാണ് ജരാസന്ധ ചക്രവർത്തി നിങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ സ്വയംവരം നടത്തരുത്. ജരാസന്ധൻ പറഞ്ഞു, ഇവിടെ പല രാജ്യത്തെ രാജാക്കന്മാരും വന്നിട്ടുണ്ട്. അതൊക്കെ വെറും പ്രഹസനം, അതൊക്കെ വെറും പ്രഹസനം മാത്രം. രുക്മിണി ദേവിയുടെ ഇഷ്ടമില്ലാതെ ഇത് നടത്തുകയാണ്. പിന്നെ ജരാസന്ധ ചക്രവർത്തി നിങ്ങൾ പറഞ്ഞു, ഇത് പറയാതെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലെന്ന്. ഞാൻ ഇത് പറയാതെ തന്നെ പോയേനെ. പക്ഷേ എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി ഇത്രയും പറയണമെന്നുണ്ട്. ശ്വേതകേതുവിന്റെ യാത്രയെ തടയാൻ ജരാസന്ധ ചക്രവർത്തി താങ്കൾക്ക് കഴിയുമോ? ജരാസന്ധൻ പറഞ്ഞു, എനിക്ക് കഴിയും, എനിക്ക് കഴിയും. നിന്റെ ശിരസ് ഇവിടെ വീണും. ഈ നിമിഷം നിന്റെ ശിരസ് എനിക്ക് ഛേദിച്ചിടാൻ പറ്റും. ഭീഷ്മകൻ സ്തംഭിച്ചിരുന്നു പോയി, യുവരാജാക്കന്മാര് സ്തംഭിച്ചിരുന്നു പോയി. ഭീഷ്മകൻ പറഞ്ഞു, അരുത് അരുത്, ആചാര്യനെ വധിച്ചാൽ മഹാപാപമാണ്, ആചാര്യനെ വധിച്ചാൽ മഹാപാപമാണ്. ശ്വേതകേതു തൻ്റെ തോളൊന്നു കുടഞ്ഞു. തോളൊന്നു കുടഞ്ഞിട്ട് പറഞ്ഞു, ജരാസന്ധ ചക്രവർത്തി, മറ്റാരും ഇടപെടാൻ പാടില്ല. ധൈര്യമുണ്ടോ ചക്രവർത്തി ഈ ശ്വേതകേതുവുമായി നിങ്ങൾക്ക് എതിരിടാൻ? ശ്വേതകേതുവുമായി കീഴടക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, ഈ ശ്വേതകേതുവിനെ വധിക്കാനായി നിങ്ങളുടെ വാളുയർന്നാൽ ശ്വേതകേതുവിന്റെ ദേഹത്ത് നിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ വരും വരും അവൻ വരും. അപ്പോ ജരാസന്ധൻ ചോദിച്ചു, ആര് വരും? കൃഷ്ണൻ. കൃഷ്ണൻ വരും ജരാസന്ധ. പിന്നവൻ മാപ്പ് തരില്ല, പിന്നവൻ മാപ്പ് തരില്ല. ജരാസന്ധൻ പറഞ്ഞു, അവന്റെ മാപ്പ് എനിക്ക് വേണ്ട, അവന്റെ മാപ്പ് എനിക്ക് വേണ്ട. ശ്വേതകേതു, ശ്വേതകേതു, നാം നിന്നെ വധിക്കാൻ തീരുമാനിച്ചു. ശ്വേതകേതു പറഞ്ഞു, അപ്രാപ്യം ജരാസന്ധ, ഈ ശ്വേതകേതുവുമായി മല്ലിടാൻ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. അപ്പൊ ശ്വേതകേതുവിന്റെ ശിഷ്യന്മാര് വന്നു. ശ്വേതകേതു തടഞ്ഞു. തടഞ്ഞിട്ട് പറഞ്ഞു, ജരാസന്ധ വാ ജരാസന്ധ. കൃഷ്ണന് പ്രിയപ്പെട്ട ശ്വേതകേതുവാണ് വിളിക്കുന്നത്. കൃഷ്ണന് പ്രിയപ്പെട്ട ശ്വേതകേതുവാണ് വിളിക്കുന്നത്. എന്നോടെതിരിടാൻ വാ. ഭീഷ്മകൻ അമ്പരന്നിരിക്കുകയാണ്, രാജാക്കന്മാർ അമ്പരന്നിരിക്കുകയാണ്. ജരാസന്ധൻ പറഞ്ഞു, വരികയാണ് ശ്വേതകേതു, വരികയാണ്. നിന്റെ ദേഹത്തുനിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ അവൻ വരുമെന്നല്ലേ പറഞ്ഞത്? അവനെ വരുത്തണം, എനിക്കവനെ വരുത്തണം. നിന്റെ ദേഹത്തുനിന്ന് ചോരയല്ല, നിന്റെ ശിരസിൽ നിന്ന്, നിന്റെ ദേഹത്ത് നിന്ന് ശിരസാണ് മാറാൻ പോകുന്നത്. ശ്വേതകേതു പറഞ്ഞു, ആയിക്കൊള്ളട്ടെ. ശ്വേതകേതു എന്ന ഈ എന്നെ, സാന്ദീപ മുനിയുടെ ശിഷ്യനെ
കീഴ്പ്പെടുത്താൻ വേണ്ടി ജരാസന്ധ, നിങ്ങൾ വളർന്നിട്ടില്ല ജരാസന്ധ. ജരാസന്ധൻ കോപം കൊണ്ട് തുടുത്തു വാളെടുത്തു, കോപം കൊണ്ട് തുടുത്തു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര്, ശ്വേതകേതുവിന്റെ ശിഷ്യന്മാര് വാളെടുത്ത് ശ്വേതകേതുവിന്റെ അടുക്കലേക്ക് കൊടുത്തു. ശ്വേതകേതുവും കയ്യിലെടുത്തു. രണ്ടുപേരും തയ്യാറായി നിൽക്കുകയാണ്. അതെ, ശ്വേതകേതുവും ജരാസന്ധനും ഏറ്റുമുട്ടാൻ പോവുകയാണ്. ശ്വേതകേതുവും ജരാസന്ധനും ഏറ്റുമുട്ടാൻ പോവുകയാണ്. അവൻ വരും, അവൻ വരും. ശ്വേതകേതുവിന്റെ ദേഹത്തുനിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ അവൻ വരും, അവൻ വരും. വിദർഭ കലങ്ങി മറിയാൻ പോവുകയാണ്. ജരാസന്ധനും ശ്വേതകേതുവും ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഈ ഏറ്റുമുട്ടലിൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ശ്വേതകേതുവിന്റെ ദേഹത്ത് നിന്ന് ചോര പൊടിയുമോ? പൊടിഞ്ഞാൽ അവൻ വരുമോ? അവൻ വരുമോ? കൃഷ്ണൻ വരുമോ? കൃഷ്ണൻ വരുമോ? കാത്തിരിക്കൂ, കാത്തിരിക്കൂ. അടുത്ത ചൊവ്വാഴ്ച ഞാൻ വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹാ.